നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സകലമാന കേരളത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. വിദഗ്ധ ചികിത്സ നൽകാത്തതാണ് കൈ നഷ്ടമാവാൻ കാരണമെന്ന് കുട്ടിയുടെ അമ്മ. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി നെല്ലിയാമ്പതി നിവാസികൾ. വനം വകുപ്പ് ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. സൂപ്പർ ലീഗ് നേടാനൊരുങ്ങി തിരുവനന്തപുരം കൊമ്പൻസ്. ടീമിനെ പാട്രിക് സിൽവ നയിക്കും. വർക്കലയിൽ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ നടപടിയില്ല. ഏത് നിമിഷവും നിലം പതിക്കുമെന്ന ആശങ്ക. നടപടിയെടുക്കാതെ KSEB അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ കുടുംബം. കൈയിൽ പരിക്കേറ്റ കുട്ടിക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടെങ്കിലും ഉള്ളിൽ പരിക്കുണ്ടോ എന്ന് പരിശോധിക്കാത്തതാണ് കുട്ടിക്ക് കൈ നഷ്ടമാവാൻ കാരണമെന്ന് അമ്മ പറഞ്ഞു. എന്നാൽ കുട്ടിക്ക് ശാസ്ത്രീയമായി ചികിത്സ നൽകിയ ശേഷം കൈയിലെ രക്തപ്രവാഹം ഉറപ്പുവരുത്തിയതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി 2 ഡോക്ടർമാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 24-നായിരുന്നു സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ 9 വയസ്സുകാരി വിനോദിനിക്ക് വീണ് പരിക്കേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കൈയൊടിഞ്ഞതിനാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഒടിവിനൊപ്പം പരിക്കുണ്ടായിരുന്നുവെങ്കിലും ഇതവഗണിച്ച് പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. വേദന കലശലായതോടെ അടുത്ത ദിവസം വീണ്ടും എത്തിയെങ്കിലും 5 ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതായി അമ്മ പറയുന്നു. കുട്ടിക്ക് മരുന്ന് തന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പറഞ്ഞു. രാവിലെ ആകെ കൈ നോക്കണു, കൈയൊക്കെ വീങ്ങി. അമ്മ എൻ്റെ കൈ വീങ്ങിയിരിക്കുന്നു പറഞ്ഞ് നോക്കിയപ്പോൾ കൈ കുറച്ച് വീങ്ങലാണ്. പിന്നെ നോക്കുമ്പോൾ കയ്യിലൊക്കെ പൊള്ളങ്ങൾ, നമ്മ ചുടുവെള്ളത്തിൽ വീണിട്ട് വരില്ലേ അതുമാതിരി പൊള്ളങ്ങൾ, ഇവിടെയൊക്കെ പൊള്ളങ്ങൾ. അങ്ങനെ ഈ കൈ അങ്ങനെ വീങ്ങി, കളർ അങ്ങനെ പച്ച കളറല്ല, ഒരു കറുപ്പ് കളറ്, ബ്ലഡ് അങ്ങനെ ഇതായി. കൈ പഴുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് അതുപോലെ കൈയൊക്കെ അഴുകി. കൈവിരലുകളിൽ കുമള പൊങ്ങിയതോടെ വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തി. പ്ലാസ്റ്റർ നീക്കം ചെയ്തതോടെയാണ് കൈ അഴുകിയ നിലയിലായതായി കണ്ടെത്തിയത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും കൈ മുറിച്ചു മാറ്റുകയുമായിരുന്നു. കൈ കിട്ടുന്നെന്നും നമ്മൾ ഉറപ്പ് തരുന്നില്ല പറഞ്ഞു ഡോക്ടർമാര്. എന്താണ് പറഞ്ഞാൽ അത് നന്നായി അഴുകി. കാരണം അഴുകിയിട്ട് നമുക്ക് ഇത് മുറിച്ചെടുത്തിട്ട് പിന്നാനുള്ള സാധ്യതയില്ല. അത്രയും ഇങ്ങനെ തൊട്ടെടുത്ത് അങ്ങനെ വരും. അതുമാതിരിയായിരുന്നു. പരിക്ക് പറ്റി ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് ശാസ്ത്രീയമായ ചികിത്സ നൽകിയിരുന്നതായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ട്. ബാൻഡേജ് ഇട്ട ശേഷം കൈയിലെ രക്തപ്രവാഹം ഉറപ്പുവരുത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസവും ഇക്കാര്യം സ്ഥിരീകരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനായി 2 ഡോക്ടർമാരെ ചുമതലപ്പെടുത്തി. റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെടുക്കുമെന്നും DMO അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിനായിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു ഓർത്തോപെഡിക് സർജനെ ഡെപ്യൂട്ടി DMO ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി വരികയാണ്. അതിനുശേഷം നമ്മളൊരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒരു അന്വേഷണം അതിൽ സ്പെഷ്യൽ ജില്ലയിൽ നിന്ന് പുറത്തുള്ള എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ട് തന്നെ അന്വേഷിച്ച് ഇതിലെന്തെങ്കിലും പിഴവുകളുണ്ടെന്നുള്ളതും അന്വേഷിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഈ പൂർണ്ണമായിട്ട് എന്താണ് കാരണം എന്നുള്ളത് ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം പറയാനായിട്ട്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ആരോഗ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ടു. മന്ത്രി വീണ ജോർജ് കുട്ടിയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പാലക്കാട് പല്ലശ്ശന ഒഴിവുപാറയിലെ വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. വിനോദിനടക്കം 3 മക്കളാണുള്ളത്. ന്യൂസ് 18 കോഴിക്കോട്. വന്യമൃഗശല്യത്തിൽ ദുരിതം പേറി പാലക്കാട് നെല്ലിയാമ്പതി നിവാസികൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന മൃഗങ്ങളെ പിടികൂടുന്നതിനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് നെല്ലിയാമ്പതി. ആയിരക്കണക്കിന് ആളുകൾ വന്ന് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് ഉല്ലസിച്ചു പോകുന്നിടം. എന്നാൽ നെല്ലിയാമ്പതി നിവാസികൾക്ക് വർഷങ്ങളായി വന്യമൃഗങ്ങൾ വലിയ ദുരിതമാണുണ്ടാക്കുന്നത്. കുരങ്ങന്മാരും കാട്ടുപന്നിയും പുലിയും ആനയുമൊക്കെ ഭീതിയും ആശങ്കയും സൃഷ്ടിക്കുകയാണ്. കുരങ്ങന്മാർ വലിയ ശല്യമുണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ കയറി കുരങ്ങന്മാർ സാധനങ്ങൾ കവരും. ഓടിളക്കി വരെ കുരങ്ങന്മാരെത്തും. വന്യമൃഗങ്ങളുടെ കാട്ടാന, അതുപോലെ കാട്ടുപോത്ത്, പന്നി, പിന്നെ അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ ശല്യമാണ് രൂക്ഷം. കടകളിലായാലും വീടുകളിലായാലും അതുപോലെ തന്നെ കയ്യേട്ടി, പലയമ്പാറ, നൂറുടി, കാറപ്പാറ എന്നീ ജംഗ്ഷനുകളിൽ ജനങ്ങൾ സാധനങ്ങൾ മേടിച്ചാൽ തന്നെ
ഒരു കൈ വയ്ക്കാനോ ബാഗിൽ വയ്ക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഏറെ പ്രയാസത്തിലാണ് കർഷകർ. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇറങ്ങുന്ന കാട്ടുപന്നികൾ കാരണം നിരവധി വാഹനാപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നാളുകളായി ജനവാസ മേഖലയിൽ ആനയുടെയും പുലിയുടെയും സാന്നിധ്യം സ്ഥിരമാണ്. ഇതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിവേദനങ്ങളും നൽകിയിട്ടുണ്ട്. പക്ഷേ നടപടി മാത്രമില്ലാത്തതാണ് ഇവരെ വിഷമത്തിലാക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. ടൂറിസം മേഖലയായ വർക്കലയിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാൻ നടപടിയില്ല. അജ്ഞാത വാഹനം ഇടിച്ചു തകർത്ത ഇലക്ട്രിക് പോസ്റ്റ് 2 ചെറിയ കമ്പികളിലാണ് ഇപ്പോൾ താങ്ങി നിൽക്കുന്നത്. തിരക്കേറിയ റോഡിലേക്ക് പോസ്റ്റ് പതിച്ചാൽ വലിയ അപകടമുണ്ടാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഹെലിപ്പാഡിലേക്കുള്ള റോഡിലാണ് അപകടാവസ്ഥയിലായ പോസ്റ്റ് ഉള്ളത്. പ്രതിദിനം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതിന് സമീപത്തുകൂടി കടന്നുപോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനടയായും സഞ്ചരിക്കുന്ന പാതയാണിത്. മാസങ്ങൾക്ക് മുൻപാണ് അജ്ഞാത വാഹനമിടിച്ച് പോസ്റ്റ് തകർന്നത്. പോസ്റ്റിലൂടെ ഇപ്പോഴും വൈദ്യുതി കടന്നുപോകുന്നു എന്നതും അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എപ്പോഴും വേണോ അത് മറിഞ്ഞ് റോഡിലോട്ട് വീഴാം. അനേകം വാഹനങ്ങൾ ടൂറിസ്റ്റുകളായാലും മറ്റ് തീർത്ഥാടകരായാലും മറ്റ് പ്രൈവറ്റ് നമ്മുടെ നാട്ടിൽ ഓടുന്ന പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് ഒക്കെ ആയിട്ട് ജനങ്ങൾ ശരിക്കും യാത്ര ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് പോസ്റ്റിന്റെ നിൽപ്പ്. ചുവട്ടിലെ കോൺക്രീറ്റ് പൂർണ്ണമായും നഷ്ടപ്പെട്ട് 2 ചെറിയ കമ്പികളിലാണ് പോസ്റ്റ് താങ്ങി നിൽക്കുന്നത്. നാട്ടുകാർ ഇത് സംബന്ധിച്ച് KCBയിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് 18 വർക്കല. എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മിനി ഫ്ലൈ ഓവറുകളുടെ പണി വേഗത്തിലാക്കി ദേശീയപാത അതോറിറ്റി. ഇടപ്പള്ളി ഒബ്രോൺ മാളിന് സമീപവും ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിലുമാണ് മിനി ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം. ഇടപ്പള്ളി ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിലും ഒബ്രോൺ മാളിന് സമീപവുമായാണ് മിനി ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുന്നത്. മൂത്തകുന്നം ഇടപ്പള്ളി ദേശീയപാതയുടെ നിർമ്മാണ കരാറിന്റെ ഭാഗമായാണ് ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം. ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിൽ 6 വരിപ്പാതയുടെ ഭാഗമായാണ് ഫ്ലൈ ഓവറിന്റെ ഒരു ഭാഗം വരുന്നത്. ഈ ഫ്ലൈ ഓവറിന്റെ ആദ്യഘട്ടം ഇതിനോടകം തന്നെ പൂർത്തിയായി. 650 മീറ്ററാണ് മേൽപ്പാലത്തിന്റെ നീളം. ജലനിരപ്പിന് താഴെയാകുന്നതിനാൽ ഈ ഭാഗത്ത് അണ്ടർപാസ് പ്രായോഗികമല്ല. അതിനാലാണ് മേൽപ്പാലം എന്ന ആശയം വന്നത്. മേൽപ്പാലത്തിന് താഴെയുള്ള ഭാഗം അണ്ടർപാസായി ഉപയോഗിക്കും. ഇതിനിടയിലൂടെ വാഹനങ്ങൾക്ക് തിരിയാനാകും. 50 മീറ്റർ ദൂരമാണ് അണ്ടർപാസിനുള്ളത്. ഒബ്രോൺ മോളിന് സമീപം നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന്റെ പൈലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത മാർച്ചിൽ പണി പൂർത്തീകരിക്കാനാണ് ശ്രമം. മേൽപ്പാലത്തിന് താഴെയുള്ള 50 മീറ്റർ അണ്ടർപാസിനായി ഉപയോഗിക്കും. മൂത്തകുന്നം ഇടപ്പള്ളി ദേശീയപാത ഉദ്ഘാടനത്തിനോടൊപ്പം ഗതാഗത ക്രമീകരണവും നടപ്പിലാക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ ശ്രമം. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന്റെ വികസനത്തിനും തകർന്ന പുളിമുട്ട് പുനർനിർമ്മാണത്തിനും നടപടിയായില്ല. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 44.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല. പുലിമുട്ട്, മടക്കര മീൻപിടുത്ത തുറമുഖം എന്നിവയുടെ സമഗ്രമായ വികസനത്തിനും മടക്കര, തൈക്കടപ്പുറം എന്നിവിടങ്ങളിലുള്ള മത്സ്യബന്ധന കേന്ദ്രങ്ങളിലെ അപകടത്തിലായ വാർഫുകൾ പുനർനിർമ്മിക്കുന്നതിനുമാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. പുലിമുട്ടിന്റെ നീളം കൂട്ടൽ, ടെട്രാപോഡ് ഉപയോഗിച്ച് പുലിമുട്ടിന്റെ സംരക്ഷണം, പുലിമുട്ടിലെ മണ്ണ് നീക്കം, മടക്കര തുറമുഖത്ത് ബോട്ടുകൾ കെട്ടി നിർത്തിയിടാനുള്ള സൗകര്യം, തുറമുഖത്ത് ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനമൊരുക്കൽ എന്നിവയും പദ്ധതിയുടെ ഭാഗമായി. ഇതിനായി 44.5 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നബാർഡ് RIDF-ൽ 6 മാസം മുമ്പ് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. ചെറുവത്തൂർ, നീലേശ്വരം അഴിമുഖത്തെ പുലിമുട്ടിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നതും പുലിമുട്ട് തകർന്നതും ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ഭീഷണിയാണ്. മടക്കര മീൻപിടുത്ത തുറമുഖം കേന്ദ്രമാക്കി നിരവധി ബോട്ടുകളും 100 കണക്കിന് വള്ളങ്ങളും പുലിമുട്ടിലെ ബോട്ട് ചാൽ വഴിയാണ് കടലിൽ പോയി തിരിച്ചു വരുന്നത്. പുലിമുട്ടിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള ഗൈഡ് ലൈറ്റിൽ ഒന്ന് തകർന്നു വീണിട്ട് മാസങ്ങളായി. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും മത്സ്യബന്ധന യാനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി അടിയന്തര പ്രാധാന്യത്തോടെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ചെറുവത്തൂർ. പുതിയ കളിക്കാരും പുതുപുത്തൻ തന്ത്രങ്ങളുമായി സൂപ്പർ ലീഗ് നേടാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം കൊമ്പൻസ്. മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ ടീമിനെ ഇത്തവണയും ബ്രസീലിയൻ മധ്യനിര താരം പാട്രിക് സിൽവ മുട്ട നയിക്കും. ശക്തമായ ടീമുമായാണ് സൂപ്പർ ലീഗ് 2ാം സീസണിലേക്ക് തിരുവനന്തപുരം കൊമ്പൻസ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. പരിചയസമ്പന്നരായ അന്താരാഷ്ട്ര താരങ്ങളും ഇന്ത്യൻ പ്രതിഭകളും ഉൾപ്പെടുന്ന ശക്തമായ ടീമിനെയാണ് ക്ലബ്ബ് ഈ സീസണിൽ അവതരിപ്പിക്കുന്നത്.
സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള എല്ലാ ചേരുവകളും അടങ്ങിയ ടീമാണ് ഇത്തവണ കളത്തിലിറങ്ങുന്നതെന്ന് മുഖ്യ പരിശീലകനായ ജെയിംസ് മക്ലൂഡ്. I have 100% confidence in the team. We have talented players. We have a shared goal, and we have that values that we've all committed to together. And the commitment is that we will do everything in our power to lift the trophy on December 14th. I can't tell you all the strategies because then we'd give away all the secrets. What I will tell you is that our plan is to play exciting, entertaining, and aggressive football. 2024-25 സീസണിലും ടീമിനെ നയിച്ച ബ്രസീലിയൻ മധ്യനിര താരം പാട്രിക് സിൽവമൊട്ട ഇത്തവണയും ടീമിനെ നയിക്കും. ഓട്ടേമാർ ബിസ്പോ, ഗാലിദ് റോഷൻ, മുഹമ്മദ് ഷാഫി തുടങ്ങിയ മികച്ച താരങ്ങളും ടീമിലുണ്ട്. ഇത്തവണത്തെ മറ്റു ടീമുകളും കരുത്തുറ്റവരാണെന്നും കേരളത്തിലെ ഫുട്ബോൾ പ്രേമം പുതിയ അനുഭവമാണെന്നും ജെയിംസ് മക്ലൂഡ് പ്രതികരിച്ചു. Football is a universal sport. It defies nations, it defies borders, it defies language. Football everybody loves. It's the national game of so many countries, and it's the dream of every young boy and girl to be part of a professional setup and to have the opportunity to play entertaining football to please the fans. And as a coach, I'm delighted to be able to be in Kerala and make the Combans fans, who there are a lot of, happy and excited, and yeah, that's our goal. ബ്രസീലിയൻ സ്ട്രൈക്കർ ഓട്ടമാൻ ബിസ്പോ, മലയാളി താരം ബിബിൻ ബോബൻ, പ്രതിരോധത്തിലെ കരുത്തനായ സലാം രഞ്ജൻ സിംഗ് എന്നിവരാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ ഉപനായകന്മാർ. ന്യൂസ് 18 തിരുവനന്തപുരം. അഷ്ടമുടിക്കായലും കല്ലടയാറും അറബിക്കടലും സംഗമിക്കുന്ന ഇടത്തെ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി ഉരുൾ നേർച്ച. 28ാം ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ശയനപ്രദക്ഷിണത്തിലൂടെ പുണ്യം നേടാൻ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തി. ഈറനോടെ ക്ഷേത്രത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം നടത്തി നേർച്ച നിറവേറ്റിയായിരുന്നു മടക്കം. ക്ഷേത്രത്തിനു മുന്നിലെ 101 തിരിയിട്ട നെയ്വിളക്ക് കത്തിച്ച ശേഷം നടന്ന പൂജകളോടെയായിരുന്നു ഉരുൾനേർച്ചയുടെ തുടക്കം. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും ഉരുക്കളുടെ രോഗശാന്തിക്കുമായാണ് ഭക്തർ ഈ നേർച്ച നടത്തുന്നത്. ശിവൻ ജട പറിച്ചിറഞ്ഞപ്പോൾ അതിൽ 8 ഭാഗങ്ങളായി പിളർന്നത് അഷ്ടമുടിയായെന്നാണ് ഐതിഹ്യം. ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടാണ് ഉരുൾനേർച്ച നടത്തിവരുന്നത്. ദർശനത്തിനെത്തുന്നവർ വീരഭദ്രന് നെയ്യഭിഷേകവും ഹനുമാൻ സ്വാമിക്ക് വടമാല, വെറ്റിലമാല എന്നിവ വഴിപാടായും നടത്തുന്നുണ്ട്. പ്രതിഫലത്തിനു വേണ്ടി നേർച്ച ഉരുൾ നടത്താൻ നൂറുകണക്കിന് ബാലന്മാരും ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഭക്തരിൽ ഏറെപ്പേരും സർപ്പദോഷമകറ്റാനെന്ന വിശ്വാസത്തിൽ പുള്ളുവൻ പാട്ടും നടത്തുന്നു. കായലിൽ കുളിക്കുന്നവരുടെ സുരക്ഷയ്ക്കായി ഫയർഫോഴ്സിന്റെ ടീം കായൽക്കരയിലുണ്ട്. തൃക്കരുവ PH സെന്റർ മെഡിക്കൽ ടീമും മെഡിസിറ്റിയുടെ മെഡിക്കൽ പവലിയനും ഉണ്ടായിരുന്നു. KSRTC സ്പെഷ്യൽ സർവീസുകളും ജലഗതാഗത വകുപ്പിന്റെ 5 ബോട്ടുകളും അഷ്ടമുടിയിലേക്ക് സർവീസ് നടത്തി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് വ്യാപാരമേളയുമുണ്ടായി. ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് വീടെടുക്ക വനിതാ സഹകരണ സംഘത്തിന്റെ നെൽകൃഷി തുടർച്ചയായ 8ാം വർഷത്തിലേക്ക്. നെൽകൃഷി പ്രോത്സാഹനത്തിനായി തരിശായി കിടക്കുന്ന പാടശേഖരത്തിലാണ് വനിതാ സഹകരണ സംഘം കൃഷി നടത്തിവരുന്നത്. മലയോര മണ്ണിൽ വർഷങ്ങളോളം തരിശായി കിടന്ന ഏക്കർ കണക്കിന് പാടം. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ബേഡെടുക്ക വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ നെൽകൃഷിയാണ് ഇവിടം മാറ്റിമറിച്ചത്. തുടർച്ചയായ 8ാം വർഷമാണ് ഇവർ കൃഷി ഇറക്കിയത്. 5 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ നടീൽ ഉത്സവം നടത്തിയത്. നാട്ടുകാരും സംഘാംഗങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഞാറു നടാനായി പാടത്തിറങ്ങി. കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മാറ്റി പ്രകൃതി റൈസ് എന്ന ബ്രാൻഡിൽ വിതരണം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 1 ടൺ അരി വിൽപ്പന നടത്താൻ സാധിച്ചതിന്റെ കരുത്തിലാണ് സംഘം. സംസ്ഥാന സർക്കാരിന്റേതുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കരസ്ഥമാക്കിയ സ്ഥാപനമാണ് ബേഡെടുക്ക വനിതാ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. സംഘം വായ്പേതര മേഖലയിൽ ഒട്ടനവധി യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സംഘം തുടർച്ചയായി 8ാമത്തെ വർഷമാണ് ബേഡകം പുന്നൂർപ്പാറ വയലിൽ പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഞാറുനടലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഞാറുനടലിൽ ഞങ്ങൾ നാട്ടുകാരുടെയും സംഘം മെമ്പർമാരുടെയും കൃഷി വകുപ്പിന്റെയും സഹകരണ വകുപ്പിന്റെയും ഒക്കെ പൂർണ്ണ സഹകരണമുണ്ട്.
നാട്ടുകാരുടെയും മെമ്പർമാരുടെയും ജീവനക്കാരുടെയൊക്കെ സഹകരണം ഉള്ളത് കൊണ്ടാണ് കുറഞ്ഞ കൂലി ചെലവ് ഞങ്ങൾക്ക് ഈ ഞാറ് നടയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇപ്രാവശ്യം 5 ഏക്കറിലാണ് അറ്റ്ലസ് നെൽവിനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 100 ദിവസം കൊണ്ട് വിളവെടുപ്പ് സാധ്യമാക്കുന്ന അറ്റ്ലസ് നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി. പൂർണ്ണമായും ജൈവ രീതിയിലുള്ള നെൽകൃഷിയിലൂടെ ലഭിക്കുന്ന അരി വനിതാ സഹകരണ സംഘത്തിന്റെ കൺസ്യൂമർ സ്റ്റോറുകളിലൂടെയാണ് വിൽപ്പന നടത്തുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി മാറി. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല. മൂന്നാറും വാഗമണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞുകഴിഞ്ഞു. ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു. എന്നാൽ പൂജ അവധിക്കാലത്ത് കാലാവസ്ഥ അനുകൂലമായി. രാമക്കൽമേട്, തൊമ്മൽകുത്ത്, ശ്രീനാരായണപുരം, കാൽവരി മൗണ്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ്. കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്. നല്ല വൈബുള്ള സ്ഥലം, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവധി ദിവസങ്ങൾ എത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലെത്തുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നവരും. ന്യൂസ് 18 ഇടുക്കി. പൂർണ്ണമാകുന്നു സുഖലമാന കേരളം. ഇനി 9 മണി വാർത്ത കാണാം. KP അഭിലാഷ്. നമസ്കാരം.